നാം അറിയാതെ ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകും. നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഒരിക്കൽ ഒരു അപ്പൻ്റെ അടുത്ത് ഒരു അപ്പൻ മകൻ്റെ അടുത്ത് പറഞ്ഞു, ഡാ അവിടെ ഒരു സഞ്ചി ഇരിക്കുന്നത് കണ്ടോ? ആ സഞ്ചിയിൽ നീ പോയി കുറച്ച് വെള്ളം കോരിക്കൊണ്ടുവരാൻ പറഞ്ഞു. അവൻ അപ്പനെ ഒന്ന് നോക്കി, സഞ്ചിയിൽ വെള്ളം കോരാൻ. പിന്നെ അപ്പം പറഞ്ഞല്ലേ എന്ന് കരുതി ഇവൻ ഈ സഞ്ചി നോക്കിയപ്പോൾ കട്ടിയുള്ളൊരു പ്ലാസ്റ്റിക് സഞ്ചിയാണ്. അപ്പോൾ ഈ വെള്ളം നിൽക്കുമെന്നുള്ള ധാരണയിൽ ഇവൻ പോയി തോട്ടിൽ നിന്ന് കുറച്ച് വെള്ളം കോരി. പക്ഷേ വീട്ടിൽ വന്നപ്പോഴത്തേനെല്ലാം ചോർന്നു. അവനെന്നാൽ ഇച്ചിരി സ്പീഡിൽ കൊണ്ട് കോരുകയെന്ന് കരുതി പെട്ടെന്ന് പോയി കുറച്ച് വെള്ളം കോരി സ്പീഡിൽ വന്ന് അപ്പോഴും ഇച്ചിരിയൊക്കെ ഉണ്ട്. തുറന്നു നോക്കിയപ്പോഴത്തേനും അതോടെ തീർന്നു. അങ്ങനെ ഒരു 5-6 തവണ അവൻ ശ്രമിച്ചു. അപ്പോൾ അപ്പനോട് പറഞ്ഞു, അപ്പാ ഈ സഞ്ചിയിലാന്ന് വെള്ളം കോരി, ഇതിനകത്തൊന്നും നിൽക്കുന്നില്ല, എല്ലാം ലീക്കാണ്, എല്ലാം പോവാണ്. അപ്പോൾ അപ്പം പറഞ്ഞു, എടാ നീ എന്നോട് ഇന്നലെ ചോദിച്ചില്ലേ, ബൈബിള് വായിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല, ദൈവവചനം വായിച്ചിട്ടൊന്നും തലയിൽ കയറുന്നില്ല, എന്തിനാ വെറുതെ ഇങ്ങനെ വായിക്കുന്നേ? പിന്നെ അപ്പം പറയും വാട, ഇരിയട, വായിക്കട, പഠിക്കട. ഇന്ന് നീ ഇന്നലെ ചോദിച്ചില്ലേ, അതിൻ്റെ ഉത്തരമാണ് ഇന്ന് കാണിച്ചത്. അപ്പോൾ അവൻ ചോദിച്ചു, ഇതെന്താണ് ഇത് തന്നെ ഞാൻ പറഞ്ഞത്, വെള്ളം കോരിയിട്ട് നിൽക്കുന്നില്ല, എല്ലാം പോകണമെന്ന്. അപ്പം പറഞ്ഞു, ഈ സഞ്ചി ഒന്ന് തുറന്നു നോക്കണമെന്ന്. നോക്കിയപ്പോൾ ഈ സഞ്ചിയുടെ അകം വെളുത്തിരിക്കുന്നത്. ചെളി പിടിച്ചിരുന്നൊരു സഞ്ചിയാണ്, പക്ഷേ ചെളിയിലേറെ ഭാഗം പോയിട്ട് അത് വളരെ വെളുത്ത് ശുദ്ധമായിട്ടിരിക്കുന്നത് കണ്ടു. അപ്പം പറഞ്ഞു, ബൈബിള് നീ വായിക്കുമ്പോൾ നിനക്കൊന്നും മനസ്സിലാകുന്നില്ലെങ്കിലും, നീ വായിക്കുന്നത് തലേ കയറുന്നില്ലെങ്കിലും, നീ വായിച്ചുകൊണ്ടേ ഇരുന്നാൽ നിന്റെ അകം ഈ വചനം ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ.